ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വില കൊടുത്ത് ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സന്ദേശം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സന്ദേശം ക്ഷമ എന്നതാണ്. ക്ഷമ, ദീർഘക്ഷമ, അതോടൊപ്പം തന്നെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നീ പദങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വിവിധ ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മായ്ക്കുക, മറന്നു പോകുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് യാതൊരു ബന്ധമില്ലാത്തവരായി തീരുകയാണ്. കാരണം യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു പോയപ്പോൾ, യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും, മത്തായി സുവിശേഷം 6:14 മർക്കോസ് സുവിശേഷം 11:25 പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. 15-ാം വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ ആഴമേറിയ ഒരു സത്യമാണ് യേശു പ്രാർത്ഥനയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിന് ഞാനൊരു ചെറിയൊരു വാക്ക് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും അഹോരാത്രം അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല എന്ന് വെച്ചാൽ, നിങ്ങളുടെ 15-ാം വാക്യം മർക്കോസ് 6:15, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കയില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ ദൈർഘ്യമോ ആരാധനയുടെ ദൈർഘ്യമോ നോക്കിയിട്ടല്ല പിഴകൾ ക്ഷമിക്കുന്നത്. നമ്മളോടൊരാൾ പിഴച്ചാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. കണ്ടോ, എത്ര ആഴമേറിയ ദൈവവചനമാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ക്ഷമിക്കുക. നമ്മളോട് നാം ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ പാപങ്ങളും പലതും ക്ഷമിച്ചിട്ടില്ല, നമ്മുടെ പിഴകൾ പലതും ക്ഷമിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്, ശുശ്രൂഷകളുണ്ട്. നമ്മൾ പലരുടെയും പിഴകൾ ഇന്നും ക്ഷമിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ആഴമേറി ഒന്ന് ചിന്തിച്ചു നോക്കുക. ആഴമേറി ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളോട് ഒരു വ്യക്തി പിഴച്ചാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. അത് ആണാകട്ടെ, പെണ്ണാകട്ടെ, വലിയവനാകട്ടെ, ചെറിയവനാകട്ടെ, പാസ്റ്ററാകട്ടെ, വിശ്വാസിയാകട്ടെ, പ്രവാചകനാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, ഇനി ആര് തന്നെയായിരുന്നാലും ഉലകത്തിൽ ജനിച്ച ഏതൊരു മനുഷ്യൻ നമ്മളോട് പിഴച്ചാൽ നമ്മൾ അവനോട് ക്ഷമിക്കുക എന്ന തത്വമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം, നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ക്ഷമിക്കാതിരുന്നിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിനിടയിൽ കയറി യേശു ഇത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ യേശു പറഞ്ഞതിന്റെ സാരം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, കർത്താവിനോട് കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി, കർത്താവിനോട് അപേക്ഷിക്കാൻ വരുന്ന ഒരു വ്യക്തി, കർത്താവിന് താങ്ക്സ് പറയാൻ വരുന്ന ഒരു വ്യക്തി, അവൻ ചെയ്യേണ്ടത് മറ്റുള്ളവർ നമ്മളോട് കാണിച്ച പിഴയെ, തെറ്റുകളെ നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കാഞ്ഞാൽ
പിതാവ് നമ്മളോടും നമ്മുടെ കടപ്പിഴകളെ ക്ഷമിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളോട് പിഴ ക്ഷമിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കയില്ല എന്ന നഗ്ന സത്യം നമ്മൾ മറക്കാതിരിക്കട്ടെ. ഇനി നിങ്ങൾ അടുത്ത ഭാഗത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശുവിനെ കൂടെ നടന്ന പത്രോസ് ഒരിക്കൽ വന്ന് ചോദിച്ചു, പത്രോസ് അടുക്കൽ വന്നിട്ട്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശു പറഞ്ഞു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കണ്ടോ, പത്രോസ് വലിയ സംഭവമായിട്ടാണ് ഈ വിഷയത്തെ, ക്ഷമിക്കുക എന്ന് പറയുന്ന വിഷയത്തെ വന്നത്. യേശുവേ, ഒരുത്തൻ എന്നോട് പിഴച്ചാൽ, അല്ലെങ്കിൽ എന്നോട് ഒരുത്തൻ ഉടക്കുണ്ടാക്കിയാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശു തമാശയോട് പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. എടാ മോനെ, 7 അല്ല, 70 വട്ടം എന്നതിന്റെ അർത്ഥം നിന്റെ ലൈഫ് മുഴുവനും നീ ക്ഷമിച്ചേ മതിയാകുള്ളൂ എന്നതിന്റെ അർത്ഥം നിന്റെ സ്വഭാവം ക്ഷമയുടെ സ്വഭാവത്തിലേക്ക് നീ വരണമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് മുഴുവനും ഒരാൾ നമ്മളോട് പിഴച്ചാൽ, നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കുക. അതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. സ്തോത്രം. ജാതികൾ ക്ഷമിക്കും. എത്ര വട്ടം? 2 3 വട്ടം. ഞാനൊരു വ്യക്തിയെ ഉപദ്രവിച്ചു, ജാതികളിലായിരിക്കുന്ന ഒരാളെ ഉപദ്രവിച്ചു, 2 3 പ്രാവശ്യം സോറി കേട്ടോ, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്തു? എനിക്ക് നിരാക്ഷൻ എടുക്കുന്നു. അവർക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച നമ്മളോട് കർത്താവ് പറയുന്നു, മക്കളെ, 7 വട്ടമല്ല, 70 വട്ടം നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവനും ക്ഷമിക്കാൻ നമ്മൾ പ്രാപ്തരായി തീരണം. ഇതാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ ഏറ്റവും വലിയ കാതലായ സത്യം. ഹല്ലേലൂയ. ആ ക്ഷമിക്കാനുള്ള സ്വഭാവം, മനസ്സ്, ജീവിതം നമ്മിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതലായി, ഒരു വിശുദ്ധരായി നമ്മൾ മാറ്റപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിസ്മരിക്കാതെ പോകുന്ന ചില വിഷയങ്ങളാണ്. നമ്മൾ ഇതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. സ്തോത്രം. അവൾ പത്രോസ് ഓടി വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നു. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ അപ്പനമ്മമാര് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചു. രാവിലെ എണീറ്റ് രാവിലെ പല്ല് തേക്കും. അപ്പോൾ കുറച്ചൊരു 10-20 വയസ്സാകുമ്പോൾ, ഞാനിന്ന് പല്ല് തേച്ചു കേട്ടോ, ഞാനിന്ന് രാവിലെ പല്ല് തേച്ചു, നമ്മൾ ആരോടെങ്കിലും പറയോ? ഇല്ല. നമ്മുടെ ശീലമായത്. രാവിലെ വൈകിട്ടും ബ്രഷ് ചെയ്യുന്ന നമ്മുടെ ശീലമാണ്. അത് ആരോടും പറയാനോ ആരും കേൾക്കാനോ അല്ല. അതെന്റെ വാ നാറാതിരിക്കാനും എൻ്റെ പല്ല് കേടാതിരിക്കാനും 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാന്യമായി നിൽക്കാനും, അത്രയേ ഉള്ളൂ. അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് തന്നെയാണ് നിത്യതയ്ക്ക് പോകാൻ ഒരുക്കപ്പെട്ട ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ക്ഷമ അവന്റെ ശീലമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ക്ഷമിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് അവനെ കാണുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരുന്നുണ്ട്, ക്ഷമയായിട്ടില്ല. ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇനി നോക്കണം, വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെ ക്ഷമിക്കണം. അതിന് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. മത്തായി 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് ക്ഷമിക്കും. അപ്പോൾ എങ്ങനെ ക്ഷമിക്കണം? നമ്മൾ ആദ്യം ക്ഷമയെ കുറിച്ച് പഠിച്ചു. എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അവിടെയാണ് വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് പറ്റുന്ന അബദ്ധം. നമ്മൾ ക്ഷമിക്കും, അച്ഛന് ഒരു തെറ്റ് ചെയ്തു, സോറി, ഓക്കെ. പക്ഷെ നമ്മൾ നാളെ ആ അച്ഛനെ കാണുമ്പോൾ ഇന്നലെ അദ്ദേഹം ചെയ്ത കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ചിട്ടില്ല. ക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മറക്കുക, മായ്ച്ചു കളയുക, ഓർമ്മയിൽ നിന്ന് പോകുക, ഇത്യാദി അർത്ഥങ്ങൾ അതിനകത്ത് കിടക്കുക.
അപ്പോഴതിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞു 7 വട്ടം ക്ഷമിക്കണമെങ്കിൽ എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഇവിടെ കർത്താവ് പറയുന്നു സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്റർ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ വിശ്വാസി ഒരു തെറ്റ് ചെയ്തു, പാസ്റ്റർ എന്ത് ചെയ്യും? ആ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ചെയ്ത തെറ്റ് ഹൃദയത്തിനകത്തുനിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിച്ചില്ല എന്നതിന്റെ അർത്ഥം സ്വർഗസ്ഥനായ പിതാവ് എന്റെ പാവവും ക്ഷമിച്ചിട്ടില്ല, എന്റെ പിഴയും ദൈവം ക്ഷമിച്ചിട്ടില്ല. സ്തോത്രം. അപ്പോൾ എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്ന ഒരു വിഷയമാണ് ഹൃദയത്തിനകത്ത് നമ്മുടെ ഒരുത്തൻ നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, സഭ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവദാസൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കും. നമ്മൾ കാര്യം ഓക്കെ സുഖമാണോ, സ്വോത്രം പ്രൈസ് ദി ലോർഡ്, ആ കരമൊക്കെ കൊടുക്കുന്നത് കാണണം, ആ സ്നേഹചുംബനമൊക്കെ കൊടുക്കും. പക്ഷേ ഹൃദയപൂർവ്വം ആ കാര്യത്തെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. എത്രയെത്ര ആത്മീയ ലോകത്ത് എത്രയെത്ര വിശുദ്ധന്മാരെ പിശാച് മുതലെടുക്കുന്ന ഒരു വിഷയമാണ് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കുക. ഹൃദയത്തിനകത്ത് ഒരുത്തൻ നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ചാൽ പിന്നീട് ആ വിഷയം ഹൃദയത്തിനകത്ത് പോലും വരരുത്. ആ വ്യക്തിയെ കാണുമ്പോൾ അവൻ ചെയ്ത കാര്യം നമ്മുടെ മനസ്സിനകത്ത് വരരുത്, അവൻ പറഞ്ഞ കാര്യം വരരുത്, അവൻ ചെയ്ത ക്രൂരത വരരുത്. നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഇല്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും അങ്ങനെ തന്നെ ക്ഷമിക്കും, അങ്ങനെ തന്നെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ക്ഷമ എന്ന വിഷയത്തിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയോ അതുപോലെയായിരിക്കും ദൈവത്തിൽ നിന്നുള്ള നമ്മളോടുള്ള പ്രതികരണം. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കുക. ക്ഷമയേക്കാൾ ഹൃദയപൂർവ്വം നാം ക്ഷമിക്കുക, അതിനേക്കാൾ വലിയൊരു ആയുധമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ പല വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകത്തില്ല. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ വെച്ച് തന്നെ ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരം വീർത്ത് തടിച്ച് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോയി. വല്ലാത്തൊരു അനുഭവം. ശാരീരികമായി വളരെ ബലഹീനതരായി ഞാൻ തീർന്നു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, യൂറിൻ പോകുന്നില്ല, ഞാൻ വൊമിറ്റ് ചെയ്യാൻ ആരംഭിച്ചു, ശരീരം വല്ലാതെ ദീർഘാൻ തുടങ്ങി. ഞാൻ യൂട്യൂബിൽ എടുത്തു നോക്കിയപ്പോൾ കിഡ്നി പേഷ്യന്റിന്റെ ചില രോഗലക്ഷണങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു രാത്രിയിൽ പാസ്റ്റേജിൽ നിന്നും ചർച്ചിലേക്ക് വന്നിട്ട് ദൈവത്തോട് ഞാൻ കരഞ്ഞു, ദൈവമേ എന്നോട് നീ ക്ഷമിക്കണമേ, നീ എന്നോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ട് കർത്താവേ ഈ ശരീരത്തിൽ ഇങ്ങനെ വന്നു? ഞാൻ നിന്റെ സരിൽ ഓടുന്ന ഒരു ദൈവദാസനാണല്ലോ. ദൈവം സൈലന്റ് ആയിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി, എൻ്റെ ലൈഫിനെ നോക്കി കരയാൻ തുടങ്ങി. എനിക്കാരുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായിത്തീരും, എൻ്റെ ഭാര്യ എന്തായിത്തീരും, അവർ എവിടെ ഓടും, എവിടെ ചെന്ന് കിടക്കും, ആരടയ്ക്കുവാനുണ്ട്? വേദനകൾ കൊണ്ട് കരയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ നേരിയ ശബ്ദത്തിൽ ചോദിച്ചു, ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുമോ? ഞാൻ ഹൃദയം കൊണ്ട് പറഞ്ഞു, അതെ ഞാൻ പോകും. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഞാൻ ബൈബിൾ വായിക്കുന്നവനാ, ഞാൻ ശുശ്രൂഷിക്കുന്നവനാ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ പോകത്തില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് ഞാൻ പോകാത്തത്? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്റെ സഹോദരങ്ങളുമായുള്ള നിന്റെ ഹൃദയത്തിൽ ഇടർച്ച നിനക്കുണ്ട്, നീ അത് ക്രമീകരണം പ്രാപിക്കാൻ പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ വളരെ സ്നേഹമാണ്, അവരോട് ഭയങ്കര ആദരവാണ്, എനിക്ക് അവരോട് വളരെ മനസ്സരിവാണ്. ഞാൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ ഓടിച്ചെന്ന് കരം കൊടുക്കുന്നു, സുഖമാണോ, കാര്യങ്ങളൊക്കെ ചിരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചെന്ന് സംസാരിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞ ചില വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു മുറിവായി കിടന്നു. എനിക്കവരെ കാണുമ്പോൾ ആ മുറിവ് പെട്ടെന്ന് ഓർമ്മ വരും. അവരിങ്ങനെ പറഞ്ഞു, എങ്കിലും ഞാൻ അത് മറന്നിട്ട് ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എനിക്കൊരവസരം തന്നാൽ ഞാൻ അത് ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കാം. അതിനെനിക്കൊരു അവസരം ലഭിച്ചു. ഞാൻ ആ ഭവനത്തിൽ പോയി. അവരെല്ലാവരും ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു.
ഒരുമിച്ച് സന്തോഷത്തോടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹൃദയത്തിനകത്ത് വേദന വന്ന് നിങ്ങൾ ക്ഷമിച്ചോളാം. ഞാൻ അവിടെ വെച്ച് ആ മുറിവുകളെ, ഹൃദയത്തിൻ്റെ വേദനയെ ഞാൻ അവിടെ നിന്ന് മാറ്റി. ഞാൻ ഇറങ്ങി വന്നു, എനിക്കൊന്നും സംഭവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എൻ്റെ ശരീരത്തിലെ ഈ നീര് കുറയാൻ തുടങ്ങി. യൂറിൻ പാസ് ചെയ്യുന്ന ആ അനുഭവത്തിൽ നിന്നും, ആ തടസ്സത്തിൽ നിന്നും അത് മാറാൻ തുടങ്ങി. ശരീരം ആകെപ്പാടെ ഫ്രീ ആകാൻ തുടങ്ങി. പഴയ അനുഭവത്തിലേക്ക് വന്നു. കൃപയാൽ ഞാൻ പറയട്ടെ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ രോഗം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ബോഡിയിൽ. കാരണം എന്താണ്? ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് ഞാനിവിടെ മെസ്സേജ് തരുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ആൻറ്റി, പ്രിയാങ്കളെ, കുഞ്ഞെ, ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന രോഗങ്ങൾ, നിരാശകൾ, ഡിപ്രഷൻ, ഹല്ലേലൂയ, നിങ്ങൾ ചില വിഷയങ്ങൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷമിച്ചു എന്ന് അഭിനയിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് അകൽച്ചയാണ്. ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം നിങ്ങളോട് കാണിച്ച ക്രൂരത, അദ്ദേഹം നിങ്ങളോട് കാണിച്ച പക, അദ്ദേഹം നിങ്ങളോട് കാണിക്കുന്ന അപമാനങ്ങൾ, അപമാനിച്ച അവസ്ഥകൾ നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ക്യാൻസർ രോഗം പോലെ നിങ്ങൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അസമാധാനം, ഇത് കാരണം രോഗങ്ങൾ, ഇത് കാരണം വിട്ടുമാറാത്ത ഡിപ്രഷൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സമയത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷമിക്കാമോ? ഹൃദയപൂർവ്വം, അച്ചായ, ഇപ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാമോ? നിങ്ങളുടെ പല വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. പ്രിയ അമ്മയെ, ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെ പിന്നിൽ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ക്ഷമിക്കാമോ? നിങ്ങളുടെ രോഗാത്മാവ് ഇന്ന് ഈ സമയത്ത് തന്നെ വിട്ടുമാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയപൂർവ്വം ക്ഷമിക്കുക, രോഗങ്ങൾ വിട്ടുമാറും. ഹൃദയപൂർവ്വം ക്ഷമിക്കുക, നിങ്ങളുടെ ഡിപ്രഷൻ മാറും. ഹൃദയപൂർവ്വം ക്ഷമിക്കുക, ആത്മീയ വളർച്ചയുണ്ടാകും. ഹൃദയപൂർവ്വം ക്ഷമിക്കുക, സഭകൾ വളരും. ശുശ്രൂഷകന്മാരെ, ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ സഭയ്ക്കകത്ത് വലിയ ദൈവിക പ്രവൃത്തികൾ നടക്കും, ആത്മീയ ഉണർവുകൾ സംഭവിക്കും. അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? ഹൃദയപൂർവ്വം നാം ക്ഷമിക്കുക. ഹല്ലേലൂയ. എത്ര നാളുകൊണ്ട് രോഗം കൊണ്ട് നടക്കുന്നു, എത്ര നാളുകൊണ്ട് ഈ വ്യാധിയായി നടക്കുന്നു, എത്ര നാളുകൊണ്ട് കുടുംബത്തിനകത്ത് പ്രതിസന്ധിയായി നടക്കുന്നു. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ഹല്ലേലൂയ. പുറത്ത് ഭാര്യയും ഭർത്താവ് എന്ന അഭിനയമല്ലേ, വീട്ടിനകത്ത് പരസ്പരം ഹല്ലേലൂയ ഐക്യതയില്ലാതെ പോകുന്നു. ആരോ ഒന്ന് ക്ഷമിച്ചെങ്കിൽ, ആന്റി നിങ്ങളൊന്ന് ക്ഷമിച്ചെങ്കിൽ, പ്രിയ സഹോദരി നീ ഒന്ന് ക്ഷമിച്ചെങ്കിൽ നിന്റെ കുടുംബജീവിതം തകരത്തില്ല. സഹോദര, നിന്റെ കുടുംബജീവിതം തകരത്തില്ല. നീ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ, ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സഭയിൽ ആ അനൈക്യത ഉണ്ടാകത്തില്ല. ചെയ്തു പോയ തെറ്റാണോ? സോറി പറയാൻ മടിക്കരുത്. നിങ്ങൾ പാസ്റ്ററായിരിക്കുക, വിശ്വാസികളെ ആവശ്യമില്ലാതെ പറഞ്ഞു, അവരെ വേദനിപ്പിച്ചു, ഒരു വാക്ക് സോറി പറയുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യയെ അവിവേകമായി നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾക്ക് ഒരു വാക്ക് സോറി പറയാൻ കഴിയുമോ? കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. സഭയ്ക്കകത്ത് വലിയ ദൈവിക ഉണർവുകൾ സംഭവിക്കും. തലമുറകളുടെ ജീവിതത്തിൽ ഒരു സോറി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾ പറയുക, നിങ്ങളുടെ മക്കളുടെ സ്നേഹം അധികമായി വർദ്ധിക്കും. എന്തിനു പറയുന്നു? വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളിൽ കൂടെ സ്വോത്രവും ഹല്ലേലൂയയും പറയുന്നതിനേക്കാൾ നിങ്ങൾ പറയാതിരിക്കുന്ന നല്ലത്. ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുക. ശുശ്രൂഷകന്മാരോട് പറയുന്നു, ഹൃദയത്തിനകത്ത് ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ നിങ്ങൾ ശുശ്രൂഷിക്കരുത്. അത് ദൈവവചനപ്രകാരം ശാപമാണ്. വെളിച്ചപ്പാടിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിനകത്ത് കയറും. അത് നിങ്ങളെ ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ അകറ്റിക്കളയും. നിങ്ങളെ ശാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ തലമുറകളെ തകർത്ത് കളയും. നിങ്ങളുടെ ആത്മീയ മിനിസ്ട്രികളെ ഉടച്ചു കളയും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒരു കാലത്ത് ശുശ്രൂഷിച്ചു, എന്നാൽ വെളിച്ചപ്പാടിന്റെ ആത്മാവിൽ ശുശ്രൂഷിക്കത്തക്കവണ്ണം നിങ്ങളെ ആക്കി തീർക്കും. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ രാവിലെ വിളിച്ചു പറയാൻ പറയുന്നു, ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ക്ഷമിച്ചാൽ മാത്രം പോരാ, ഹൃദയത്തിനകത്ത് നിന്ന് എടുത്തു മാറ്റുക. ചെയ്ത് അവൻ നിങ്ങളോട് ദ്രോഹം ചെയ്തോ, അവൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തോ, അവൻ നിങ്ങൾക്കെതിരെ കോടതി കയറ്റിയോ, നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ, മാനഹാനി, ശരീരഹാനി വരുത്തിയോ, നിങ്ങൾ ഒരു വിശുദ്ധനാണോ? ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുക.
നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, ആ കാട്ടിൽ പോണ്ട, ആ പാമ്പ് കടിക്കുകയും വേണ്ട എന്ന് നിങ്ങൾ പറയാനുള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. നിങ്ങൾ ക്ഷമിക്കുക. നാളെ ആ വ്യക്തിയെ കാണുമ്പോൾ സ്നേഹത്തോടുകൂടെ പെരുമാറാൻ കഴിയുമോ? അദ്ദേഹം നിങ്ങളോട് ചെയ്ത പാതകമല്ല ഹൃദയത്തിനകത്ത് വരേണ്ടത്. ഹൃദയത്തിനകത്ത് അദ്ദേഹത്തിന്റെ അവരോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇനി നിങ്ങൾ നോക്കുക, വേദപുസ്തകത്തിനകത്ത് അടുത്ത ഭാഗം ദീർഘമായി ക്ഷമിക്കുക. യേശു നമ്മളെ പഠിപ്പിച്ചത് ദീർഘമായി ക്ഷമിക്കുക. ഗലാത്യ ലേഖനം ആത്മാവിന്റെ ഫലത്തിൽ 5 ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. കണ്ടോ? ഇനി 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-4 സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. സ്നേഹത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ദീർഘമായി ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദീർഘമായി ക്ഷമിക്കുക. 5 കാര്യം ഒരുത്തൻ നമ്മളോട് എതിരായി നിന്നു. 6-ാം ദിവസം ഒന്ന് സോറി പറഞ്ഞു. 7-ാം ദിവസം അവൻ വീണ്ടും അത് ചെയ്തു. അവരോട് ക്ഷമിക്കുക. അതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു സഭയിൽ ഒരു പ്രശ്നമുണ്ടാക്കി, നാളെ ഈഗ്രോ സുന്ദാ വിളിച്ച് നാട്ടുകാരെ എല്ലാം അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ കൊടി പിടിച്ച് ഹല്ലേലൂയ തെരുവുകളിൽ യുദ്ധം ചെയ്യുന്ന ആത്മീയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവനോട് ക്ഷമിക്കുക. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ സഭകൾ കത്തിച്ചപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിലല്ല പോയത്, സ്വർഗീയ കോടതിയുടെ മുമ്പിൽ പോയി. എവിടെയെല്ലാം ആലയങ്ങൾ കത്തിച്ചോ, ഏതെല്ലാം ദൈവദാസന്മാരെ തെരുവിലിട്ടൊക്കെ അടിച്ച് തകർത്തു കളഞ്ഞു, അവർ കേസിനല്ല പോയത്, കൊടിപിടിക്കാനല്ല പോയത്. ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, സംഘടനകൾ ഉണ്ടാക്കി, ആത്മീയ സംഘടനകൾ ഉണ്ടാക്കി പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിപ്പിക്കുകയല്ല ചെയ്തത്. അവർ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ഏതെല്ലാം സഭകൾ കത്തിച്ചോ, ഇന്ന് ആ സ്ഥലത്ത് ബഹു മാളികകൾ, ആത്മീയ ഗ്രഹങ്ങൾ, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടായി. ഈ ഒരു ദൈവദാസനെ തെരുവിലിട്ട് തല്ലിയോ, അവിടെ അവർ കുടിപിടിക്കാൻ പോയില്ല. സംഘടനകൾ ഉണ്ടാക്കി, ആത്മീയ സംഘടന ഉണ്ടാക്കി, പാവപ്പെട്ട വിശ്വാസികളെ തെരുവിലിറക്കി. ഞങ്ങൾക്ക് നീതി തരണമെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല. പാവപ്പെട്ട വിശ്വാസികളെ പിടിച്ചു മുഴങ്കാൽ മുടക്കി പ്രാർത്ഥിച്ച അഭിഷക്തദാസന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന തെരുവിൽ തല്ലിയ ഹല്ലേലൂയ തെരുവുകളെല്ലാം സുവിശേഷത്തിന്റെ തെരുവുകളായി തീർന്നു. കാരണം എന്താണ്? യേശു നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് സ്നേഹിത. മുന്തിയ ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, സംഘടനകൾ ഉണ്ടാക്കി പാവപ്പെട്ട ഏതെങ്കിലും ദൈവദാസന്മാരെ തല്ലിയതിന്റെ പേരിൽ പോസ്റ്ററും യൂട്യൂബിലും പരസ്യം ചെയ്യുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ദീർഘമായി ക്ഷമിക്കുക. ആരോട് ദീർഘമായി ക്ഷമിക്കണം? മനുഷ്യരോട് ദീർഘമായി ക്ഷമിക്കണം. ഗവൺമെന്റ് നമുക്കെതിരെ നിന്നോ, നമ്മൾ അവരോട് ദീർഘമായി ക്ഷമിക്കണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഈ ദീർഘമായി ക്ഷമിക്കണമെങ്കിൽ ആത്മാവിന്റെ ഫലമാണത്. ആത്മാവിന്റെ ഫലമാണ്. ദൈവദാസന്മാരോട് പറയുന്നു, സമരപ്പന്തലുകളിൽ കയറി ഇറങ്ങി പ്രഭാഷണം നടത്തുന്ന ദൈവദാസന്മാരോട് നിർത്തുക. അത് ഒരു ദൈവദാസന് യോഗ്യമായിട്ടുള്ളതല്ല. ഒരു ദൈവദാസനെ തല്ലിയതിന്റെ പേരിൽ തെരുവിൽ നിന്നുകൊണ്ട് ഹോരം ഞങ്ങൾ ആരോടെന്ന് പറയുന്നത് തെറ്റാണ്. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലുള്ളതല്ല. ആത്മാവിന്റെ ഫലം ദീർഘമായി ക്ഷമിക്കുക എന്നാണ്. നിങ്ങൾ ഏതർത്ഥത്തിലും എടുത്തോളൂ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ, സ്നേഹം എന്നതിന്റെ ദീർഘം ആയി ക്ഷമിക്കുന്നതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്ന ആരാ? യേശു നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ ദീർഘമായി ക്ഷമിക്കും. നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച പാഠം നമുക്കറിയാമോ? ഒരു ചകിട്ടത്തടിച്ചാൽ മറു ചകിട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചെടുത്ത കർത്താവിന്റെ രാജ്യമാണ് നമ്മൾ. ആ രാജ്യത്തിലെ ഓരോ അംഗങ്ങളാണ്. പക്ഷേ ഇന്ന് ഒരു മരിച്ചിരിക്കമ്പ് വെട്ടിയാൽ മതി, ഒരു കപ്പക്കമ്പ് വെട്ടിയാൽ മതി, എന്താന്ന് വിളിച്ചാൽ മതി. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെയും നമ്മുടെ യൂട്യൂബിലൊക്കെയും ദാണ്ടെ വലിയ വലിയ പെരുമഴകളായിട്ടുള്ള വാർത്തകൾ വരികയാണ്. അരുത്, അരുത്. നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണെങ്കിൽ ദീർഘമായി ക്ഷമിക്കുക. ഞാൻ 2-3 വാക്ക് പറയട്ടെ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആരാ പറഞ്ഞത്? യേശു ക്രിസ്തുവിനെ ആളല്ല എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. ശരീരം മുഴുവനും ഉഴവുചാല് പോലെ കീറിയിരിക്കുകയാണ്. പിതാവ് ഒരുപക്ഷെ വേദന കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ
ഭൂമിയിൽ നിന്നുകൊണ്ട് പുത്രൻ പിതാവിനോട് പക്ഷപാതം ചെയ്യുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നീ ക്ഷമിക്കണമേ. ഇതാണ് ക്രൈസ്തവ തത്വം എന്ന് പറയുന്നത്. ദീർഘമായി ക്ഷമിക്കുവാൻ നമുക്ക് കഴിവുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നോക്കുക, യേശു ഈ പ്രാർത്ഥന പിതാവിനോട് പ്രാർത്ഥിച്ച് മധ്യസ്ഥത ചെയ്യുമ്പോൾ, കർത്താവെ, നീ ഇപ്പോൾ ഇറങ്ങി വന്നവരെ ഉപദ്രവിക്കരുത്, ഇവർക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആരെന്നറിഞ്ഞുകൂടാ, നാളെ ഞാൻ ആരായി തീരുമെന്നറിഞ്ഞുകൂടാ, അറിയാത്തത് കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നീ അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ശേഷം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, അവനെ വസ്ത്രം അഴിച്ചു മാറ്റി. 2, അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി, അവനെ പരിഹസിക്കാൻ കൊണ്ടുപോയി, അവനെ പരിഹസിച്ചു, അവനെ ഉപദ്രവിച്ചു. പിന്നീടുള്ള പീഡന കഥകൾ ലൂക്കോസ് സുവിശേഷം വൈദ്യനായ ലൂക്കോസ് താഴോട്ടുള്ള ഭാഗത്ത് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദീർഘമായി ക്ഷമിക്കുമ്പോൾ പ്രശ്നം ചിലപ്പോൾ നിൽക്കത്തില്ല, പക്ഷേ പ്രശ്നം കൂടുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദീർഘമായി ക്ഷമിച്ചാൽ എല്ലാ നാമത്തേക്കാൾ മേലായ നാമമായ യേശുവിന്റെ നാമത്തെ യേശുവിനെ ഉയർത്തിയ പിതാവ് ഉയർത്തിയതുപോലെ ദൈവം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഉയർത്തുവാൻ ഇടയാകും. നോക്കുക, ദീർഘമായി ക്ഷമിച്ച യേശു ക്രിസ്തു ചില മണിക്കൂറുകൾ വേദനപ്പെട്ടു. പക്ഷേ 3-ാം ദിവസം റോമൻ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, ദീർഘമായി ക്ഷമിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചില വിഷയങ്ങൾ ഉയർക്കപ്പെടണമോ? നമ്മുടെ സഭകളിൽ ചില വിഷയങ്ങൾ ഉയർക്കപ്പെടണമോ? ദീർഘമായി ക്ഷമിക്കുക. എന്റെ വാക്ക് ഞാൻ ഇവിടെ കുത്തിടട്ടെ. 3 കാര്യം പറഞ്ഞു. 1, ക്ഷമിക്കുക. 2, ഹൃദയപൂർവ്വം ക്ഷമിക്കുക. 3-ാമതായി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദീർഘമായി ക്ഷമയുണ്ടാകട്ടെ. യേശു നമ്മളെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. ക്രൂശിൽ വെച്ച് നമുക്ക് കാണിച്ചു തന്ന മാതൃക ക്ഷമിക്കാനാണ്. തൊട്ടടുത്തിരുന്ന ക്രൂരനും നിഷ്ഠൂരനുമായിരിക്കുന്ന ഒരുവൻ യേശുവിനെ അപമാനിക്കുമ്പോഴും യേശു മൗനമായിരുന്നു. അതേ പ്രിയമുള്ളവരെ, ആ മാർഗമാണ് ക്രൈസ്തവ മാർഗം. ഹല്ലേലൂയ. വാളെടുക്കുന്ന മാർഗമല്ല, കോടാലി എടുക്കുന്ന മാർഗമല്ല, യൂട്യൂബിൽ കൂടെ മറ്റു ജാതി മതസ്ഥരെ പോലെ വാത് പറയുന്ന മാർഗമല്ല. യേശുവിന്റെ നാമം ക്ഷമിക്കുന്ന നാമമാണ്. ആ ക്ഷമയുണ്ടെങ്കിൽ, ആ ദീർഘക്ഷമയുണ്ടെങ്കിൽ, ആ ഹൃദയപൂർവ്വമുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഉയർപ്പ്, ഒരു വിശുദ്ധനുണ്ടാകുകയുള്ളൂ. ആമേൻ. യേശു നമ്മെ പഠിപ്പിച്ചത് അതാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒരൊറ്റ വാക്ക് പറയട്ടെ. എത്രയോ കുടുംബ ജീവിതങ്ങൾ അതിൽ രണ്ടായി മാറാൻ നിൽക്കുന്നു. സഹോദരി, ഒന്ന് സോറി പറ. സഹോദര, ഒന്ന് ഹൃദയപൂർവ്വം ഒന്ന് ക്ഷമിക്ക്. സോറി പറഞ്ഞോ? സഭയുടെ ദൈവദാസന്മാരോട് പറയട്ടെ, ആ വിശ്വാസിയെ പിടിച്ച് ഒരു സോറി പറയുന്നെന്നെ. ഹൃദയപൂർവ്വം ഒന്ന് ക്ഷമിച്ചോട്ടെ. ദീർഘമായി ഒന്ന് ക്ഷമിച്ചു നോക്ക്. ഹല്ലേലൂയ. ആ സഭ പൊളിയത്തില്ല, നിങ്ങളുടെ മിനിസ്ട്രി പൊളിയത്തില്ല. ആ ദൈവദാസനെ വിളിച്ച് ഹൃദയപൂർവ്വം ഒന്ന് ക്ഷമ ചോദിക്ക്. ഹല്ലേലൂയ. ക്ഷമ ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ക്ഷമ ചോദിച്ചാൽ നിങ്ങളുടെ തലയിൽ കിരീടം കൂടുകയുള്ളൂ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അത് മനുഷ്യൻ കാണുകയല്ല, ദൈവം നിങ്ങൾക്ക് തരുവാനിടയാകും. അതെ, എന്റെ വാക്കുകൾ കൂത്തിട്ടെ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ, ദീർഘമായി ക്ഷമിക്കാൻ കഴിയാതെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ക്ഷമിക്കാനും ഹൃദയപൂർവ്വം ക്ഷമിക്കാനും കർത്താവ് ദീർഘമായി ക്ഷമിക്കുവാനും ഞങ്ങൾക്ക് കഴിയാതെ ഞങ്ങൾ വിശുദ്ധന്മാരെന്ന് സ്വയം അഭിനയിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ കർത്താവെ, നിത്യതയുടെ വാതിൽ ഞങ്ങൾ കടഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധം പോലും ഞങ്ങൾക്കില്ല. കർത്താവെ, ഞങ്ങൾ ഒരു പക്ഷേ ഇന്ന് മരിച്ചാൽ ഞങ്ങളുടെ ശത്രുക്കളോട് അല്ലെങ്കിൽ ഞങ്ങളോട് പിഴച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിത്യതയെ കാണില്ലല്ലോ. കർത്താവെ, ആ ഒരു ബോധം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കർത്താവെ, ദീർഘമായി ക്ഷമിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഒരു ചികിത്സ ധരിച്ചാൽ മറിച്ചിട്ട് ചീട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയോ കുടുംബ ജീവിതങ്ങൾ ഛിന്നാഭിന്നമായി മാറുന്നു അപ്പച്ച. ഒരൊറ്റ വാക്ക് മതിയായിരുന്നല്ലോ അപ്പച്ച. ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്രയോ തലമുറകൾ തകർന്നുപോയി. ആ തലമുറയെ പിടിച്ച് ഒരു വാക്ക് ക്ഷമിച്ചെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണല്ലോ കർത്താവെ എത്രയോ വിശ്വാസികൾ അവിശ്വാസികളായി മാറിയത്. ആ ദൈവദാസൻ ഒന്ന് പോട്ടെ, ക്ഷമിക്കട്ടെ, ക്ഷമിച്ചുകളാ എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണല്ലോ കർത്താവെ. എന്നാൽ ഈ സന്ദേശത്തിൽ കൂടെ ചിലരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്റെ പ്രിയ സ്നേഹിതരെ,
ഒരു വാക്ക് ക്ഷമ ചോദിക്കുക. ഒറ്റ വാക്ക്. ദൈവദാസന്മാരെ, വിശ്വാസികൾ ഒറ്റ വാക്ക് ചോദിക്കുക. അവരുടെ പിന്മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. എത്രയോ കുടുംബ ബന്ധങ്ങൾ രണ്ടും രണ്ടായി ചിതറി നിൽക്കുമ്പോൾ സോറി പറ സഹോദരി, സഹോദര, സോറി പറ. ജീവിതത്തിൽ വന്നു പോയതിനെ പരസ്പരം ക്ഷമിക്കാം. ഹല്ലേലൂയ. ഈ ഒരുപക്ഷെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രതിയോഗി ഇന്ന് മരിച്ചാൽ നിങ്ങൾ ഇനി എന്ന് ക്ഷമ ചോദിക്കും? ചിലപ്പോൾ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അവരോട് ക്ഷമിക്കാൻ പറ്റും? ക്ഷമയില്ലാതെ സ്വർഗരാജ്യമില്ല. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ക്ഷമിക്കാം. യേശു നമുക്ക് കാണിച്ചെന്ന മാതൃകയിലേക്ക് പോവാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.